ആര് ലാലേട്ടൻ പിടിച്ച് കൈ ഉയർത്തും? ഞാൻ പറഞ്ഞ അനുമോള് കപ്പ് നോക്കിയാൽ ഒരു 6 മാസം ഓടിയുള്ള കണ്ടന്റ് ആവും. സീസൺ 6 ഒരു പോട്ടനും സീസൺ 7 ഒരു പോട്ടത്തേക്ക്, അതിനപ്പുറത്തേക്കില്ല. അനുമോള് പിന്നെ കഞ്ഞൂടി പൊട്ടിക്കരുതേ. വീണ്ടും പരിപ്രശ്നം അതുകൊണ്ട് കഴിഞ്ഞിറങ്ങിയിട്ട് അനുമോളും വിനുമോളും ഒരു ഫൈറ്റ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അനുമോള് ലക്ഷ്മി ഈ രണ്ടെണ്ണത്തിന് പൊന്നളിയ സൈക്കിള വായനെന്താ വരികയെന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ടുപേരുടെ ഒരു നേച്ചറുള്ള ആൾക്കാർ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് ഇത്ര അകലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശൈത്യ PR കൊടുത്തു എന്നുള്ളത് ശൈത്യ പറഞ്ഞു. ആര്യൻ എനിക്ക് കോള് കണക്ട് ചെയ്തിരുന്നത് വിനുവാണ്. അപ്പൊ ആര്യനും വിനു എന്താണ് ഓൾറെഡി അറിയാം. അനുമോൾ എനിക്ക് കോള് വിളിച്ചിരുന്നത് വിനുവാണ്. ഞാൻ ആലോചിക്കുന്നത് ഒരു PR ഒരു വിനുവിന് ചുറ്റും കുറെ കണ്ടസ്റ്റൻസ് കയറാൻ പോണതിന്റെ മുന്നേ ചുറ്റിക്കാൻ ഈവൻ മസ്താനി വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റാ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടില്ലായിരുന്നെങ്കിൽ വിനുവിനാരും അറിയില്ല. ഞാൻ തോന്നി എന്തോ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ല. ഞാനത് പറഞ്ഞു, ആളെയും കാണിച്ചു കൊടുത്തു. ഈ സീസണില് ബിഗ് ബോസ് സീസൺ 7 പുറത്തിറങ്ങി അനുമോളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിയുമ്പോ പൊട്ടും. ഇവിടെ അടി പൊട്ടും, അത് ഉറപ്പാണ്. ആ കാര്യം ചില ആളുകൾ ഭയങ്കരമായിട്ട് ഈ ന്യൂടെ വിഷയം ഉണ്ടായപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. മറ്റേ ഉണ്ണി വലിച്ചു കീറും, ഇടിച്ചു തെറിപ്പിക്കും. ഇവന്മാര് ഫാന്റസി ലോകത്ത് അങ്ങനെയൊന്നും അല്ല മനുഷ്യന്മാര്. എന്റെ കേരളം എന്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം. ഒരു പക്ഷെ 100 ദിവസത്തെ ബിഗ് ബോസ് യാത്ര ഏറ്റവും കൂടുതൽ അതിന്റെ റിവ്യൂകളിലൂടെയും ആ ഷോ അനലൈസ് ചെയ്യുന്ന രീതി കൊണ്ടും ഏറ്റവും കൂടുതൽ കണ്ട മുഖവും ശബ്ദവും ഒരാളുടേതാണ്. സോ കൂടെ ഉള്ളത് പിന്നാലെ വിശേഷങ്ങളുമായിട്ട് സായിയാണ്, നമ്മുടെ സ്വന്തം സീക്രട്സ് ഏജന്റ്. നമസ്കാരം. നമസ്കാരം. സായി ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ സംബന്ധിച്ചിലോട്ട് പോവുകയോ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ഏകീകൃതമായിട്ട് പോകാൻ അങ്ങനെ സംഭവമില്ല. എല്ലാ വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രയോഗം പോലെ സായി ഒരു സൂപ്പർ മാർക്കറ്റാണ് റിവ്യൂ ചെയ്യുന്ന കാര്യത്തിലുള്ളത്. അപ്പൊ അത്തരത്തിൽ ബിഗ് ബോസിന്റെ പല തലങ്ങളിലോട്ട് പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യോ, ഒരാളെ മാത്രം എതിർക്കുകയോ അങ്ങനെയല്ല, എന്താണ് നടക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഫൈനലി നാളെ ഫിനാലെ എത്തി നിൽക്കുകയാണ്. ആദ്യത്തെ എക്സ്പെക്ടേഷൻ ചോദിക്കട്ടെ, ആര് ലാലേട്ടൻ പിടിച്ച് കൈ ഉയർത്തും? ഞാൻ പറഞ്ഞ അനുമോള് കപ്പ് നോക്കിയാൽ ഒരു 6 മാസം ഓടിയുള്ള കണ്ടന്റ് ആവും. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞ സാധനം തന്നെ. സീസൺ 6 ഒരു പോട്ടനും സീസൺ 7 ഒരു പോട്ടത്തേക്കും, അതിനപ്പുറത്തേക്കില്ല. എന്തുകൊണ്ട് ശരിക്കും അനുമോൾ ഒരു വിന്നർ ആയി കഴിഞ്ഞാൽ അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റി കണ്ടന്റ് ഒന്നും അല്ല. പിന്നെ അത്യാവശ്യം ഇത്രയും PR-ഉം പരിപാടികളൊക്കെ ആയി എല്ലാം ആയിട്ട് കണ്ടന്റ് നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് പേജിലാണെങ്കിൽ നോക്കിയാലും ഒക്കെ അനുമോളാണ് ടൈറ്റിൽ മൊത്തം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണി എടുത്തിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഉള്ള പണിയല്ല. അവര് പുറത്തിറങ്ങിയാലും അതൊരു ഈ ഫീൽ ആയിരിക്കും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ജീവിച്ചു പോവാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് എനിക്ക് പക്കയായിട്ട് ഓടിക്കാനുള്ള കോണ്ടന്റ് ആവുമെന്ന് പറയുമ്പോഴും അത് മാറ്റി നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ പക്ക ഗെയിമർ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെവിന് ഭയങ്കര എന്താ പറയാ, അവൻ കളിച്ച കളിക്ക് അവന് കൊടുക്കണം എന്നുള്ളൊരു ഇത് എന്റെ മൈൻഡിലുണ്ട്. അക്ബറിനൊക്കെയാണ് നെവിൻ, അക്ബർ, ആര്യൻ. എന്റെ മനസ്സ് അങ്ങനെയാ പോയിരുന്നത്. ആ ലൂപ്പിലൂടെ നൂറ ഈ ലൂപ്പായിരുന്നു എന്റേത്. പറഞ്ഞ പോലെ അപ്പൊ എന്തായാലും നമുക്ക് അല്ലെ നാളെ കാണാറുള്ളത് 6 മാസം കഞ്ഞൂടി പൊട്ടിക്കരുതേ. വീണ്ടും പരിപ്രശ്നം അതുകൊണ്ട് കഴിഞ്ഞിറങ്ങിയിട്ട് അനുമോളും വിനുമോളും ഒരു ഫൈറ്റ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 6 മാസം കൂടി അവിടെ ഓടിക്കാന്നുള്ളത്. 1 ലക്ഷം വിനുവിന് കൊടുക്കുന്ന അനുമോള് പറഞ്ഞത്. കണക്ക് കേൾക്കുന്നത് 13, 14, 15, 16ഒക്കെയാണ്. പൈസ കിട്ടിയെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങും. ശരിക്കുള്ള ബിഗ് ബോസ് പുറത്ത് നടക്കും. കടാപ്പുറം കുത്തിന് പിടിച്ച് വാങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കുക, അനുമോളെ വീടിന്റെ മുന്നിൽ വിനുവും ബാക്കിൽ ഫുള്ള് എഡിറ്റേഴ്സ് ചെക്കന്മാരും പൈസ അങ്ങനെ വന്ന അനുമോളോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? നേരിട്ട് കണ്ട ആര്? ഞാൻ ആ വഴിക്ക് പോവില്ല. എന്റെ മോളെ ഞാൻ പോയി. ഞാൻ 2 ആൾക്കാര്, അനുമോള്, ഒന്ന് മറ്റേ അതിന്റെ പേര് മറന്നല്ലോ, ഇല്ല ലക്ഷ്മി. ഈ 2 എണ്ണത്തിന് പൊന്നളിയ സൈക്കിള വായനെന്താ വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ ഓടും പേടിച്ചിട്ട്, അല്ലെങ്കിൽ വായന വന്നു പോകും. എനിക്ക് അത്രയും ഈ 2 പേരുടെ ഒരു നേച്ചറുള്ള ആൾക്കാർ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് ഇത്ര അകലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പറ്റില്ല, അവസാനം പറ്റില്ല. നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഐഡിയോളജി, നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് വേറെ ഏതോ ഗാലക്സി കിടക്കുന്ന ആൾക്കാർ ഒരു രക്ഷയില്ല. അതൊക്കെ കണക്ട് ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഇതിലാണെന്നുണ്ട്, ഇപ്പൊ 7ാമത്തെ സീസണാണ്.
6 സീസണിൽ നമ്മൾ 5 വിന്നേഴ്സേ ഉള്ളൂ. ഒരു സീസണിൽ നമുക്ക് വിന്നറെ കിട്ടാൻ പറ്റിയില്ല കോവിഡ് ഇത്. അപ്പോൾ ഈ 5 വിന്നേഴ്സിൽ വെച്ചാൽ ആകെ ഒരു ഫീമെയിൽ ഇത് മാത്രമുള്ള ദിൽഷ ഉണ്ടായിരുന്നു സീസൺ 4. അപ്പൊ ഒരിക്കൽ പലപ്പോഴും വിചാരിക്കുന്നവരെ കോണ്ടന്റ് അതുവരെ കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ജാസ്മിന്റെ അതുവരെ കോണ്ടന്റ് വിന്നർ ആക്കാൻ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്നു, പേളിമാണി കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്രാവശ്യം ശരിക്കും ഒരു ഫീമെയിൽ വിന്നർ വരേണ്ടിയിരുന്നു തുടക്കത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ ഈ ഫീമെയിൽ വിന്നർ സാധനങ്ങൾ പറയുമ്പോ ഞാൻ ദിൽഷാന്റെ സീസണിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീമെയിൽ വിന്നർ ലേഡി ബിഗ് ബോസ്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഷോ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ പറയും ചില സമയത്ത് വുമൺ കാർഡ് ഇറക്കരുത്, മറ്റത് ചെയ്യരുത്, ഇവിടെ എല്ലാ ജെൻഡർ ഈക്വൽ ആണ്. പിന്നെ എന്തിനാ ടൈറ്റിലിന്റെ മുകളിൽ ഒരു പെണ്ണ് ആണെന്നുള്ള കടുംപിടുത്തം പിടിക്കണം, ആരും ആയിട്ട് വോട്ട്, അത്ര പറഞ്ഞാൽ മതി. കളിച്ചത് ആരാണോ, പ്രേക്ഷകർ ആരെയാണോ കണ്ടേ, കാശ് മുടക്കി PR ചെയ്ത ആരാണോ അത് ജയിച്ചിട്ട് വോട്ട്. ഈ PR സംസാരിച്ചോണ്ട് PR ആക്ച്വലി പ്രശ്നമാണ്. ഒരു PR കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, PR കൊടുക്കുന്നതുകൊണ്ട് ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പൈസ ഉള്ളവനും PR കൊടുക്കാം, പൈസ ഇല്ലാത്തവനും കൊടുക്കാം. PR കൊടുക്കുന്നതുകൊണ്ട് ഒരു ഹാംഫുൾ സാധനമല്ല. അൺടിൽ അൺലെസ് ബിഗ് ബോസിന്റെ നിയമാവലിയിൽ PR കൊടുത്ത കണ്ടസ്റ്റന്റിനെ ഇവിടെ നിർത്തില്ല എന്നുള്ളൊരു നിയമം വരുന്നത് വരെ ഇതൊരു വിഷയമല്ല. അങ്ങനൊരു നിയമം വരാനും പോകുന്നില്ല. കാരണം ഒരു കണ്ടസ്റ്റന്റ് ലെറ്റ്സ് ഒരു 10 ലക്ഷത്തിന് PR കൊടുത്തു വന്നാൽ അത് ആ കണ്ടസ്റ്റന്റിന് മാത്രമല്ല ബൂസ്റ്റ് ആവുന്നത്, ചെയ്തിട്ടാണ്. അപ്പൊ ഷോന്റെ ആൾക്കാർക്ക് പകുതി പണി എടുത്താൽ മതി, ബാക്കി കണ്ടസ്റ്റന്റിന്റെ PRകൾ ചെയ്തോളൂ. സോ അങ്ങനത്തെ ഒരു നിയമമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ PR എന്ന് പറഞ്ഞൊരു തെറ്റുമല്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് PR ഉണ്ട്, നരേന്ദ്രമോദിക്ക് PR ഉണ്ട്. സോ വേൾഡ് തന്നെ ഒരു PR ഗ്യാങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പലപ്പോഴും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, മൂവി ട്രാക്കിലായിക്കോട്ടെ, പലപ്പോഴും PR കൊടുക്കുന്നതിനേക്കാൾ മറിച്ച് ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, ഇത് ഭയങ്കരമായിട്ട് അതിന് ഉപകാരപ്പെടുന്നുണ്ട്, നെഗറ്റീവ് രീതിയിൽ എടുക്കുന്നത്. അതായത് ഒരു PR ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് PR കൊണ്ട് വിൻ അല്ല അവര് എന്നുള്ള രീതിയിലേക്ക്. അതെങ്ങനെ മാറുന്ന വെച്ചെങ്കിൽ ഒരു PR ഏറ്റെടുത്ത ആള് ലെറ്റ്സ് ഇപ്പോ അടുത്ത സീസണിൽ പോകുന്ന ഒരാളുടെ PR ഒരാളെ ഏറ്റെടുത്തു, ആ കണ്ടസ്റ്റന്റിന്റെ പോസിറ്റീവ്, ആ കണ്ടസ്റ്റന്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു വിട്ടാൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ അതിലുപരി വേറൊരു കണ്ടസ്റ്റന്റിനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ അടിച്ച് ആ രീതിയിൽ മാറുമ്പോഴാണ് ഈ PR സാധനം എന്ത് ചെയ്യുന്നത് ഒരു വേസ്റ്റ് പാക്കേജ് ആയിട്ട് തോന്നുന്നത്. ഈ സീസണിൽ നോക്കിയാൽ മതി, കഴിഞ്ഞ സീസണിൽ നോക്കിയാൽ മതി. കഴിഞ്ഞ സീസൺ കഴിഞ്ഞിറങ്ങിയിട്ട് PR കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഞാൻ. കാരണം PR നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, തുരുതുര കമന്റ് ചെയ്യുന്നു, ബോട്ട് കമന്റ്സ് വരുന്നു, ഭയങ്കര നമ്മൾ ഡിഫമേറ്ററി ആയിട്ടുള്ള പോസ്റ്റുകൾ പലയിടത്തും പോസ്റ്റ് ചെയ്യുന്നു. ഈ സീസണിൽ അതിന്റെ ഭയങ്കര ഭീകരമായ വേർഷൻസ് വേണ്ടത്. അപ്പോ ഇങ്ങനെ ആവരുത്. PR കൊടുത്താൽ PR അല്ലെങ്കിൽ ORM ആ കണ്ടസ്റ്റന്റിന് വേണ്ടിയുള്ള പണിയെടുക്കുക, അല്ലാതെ ആ കണ്ടസ്റ്റന്റിന് വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ അവരുടെ വീട്ടുകാരെ അടിച്ചമർത്തിയിട്ടുള്ള പരിപാടി. ഇത് പ്രത്യേകിച്ച് ഒരാളെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ വിസിബിലിറ്റി കുറച്ചുകൂടി കൂട്ടുക, അപ്പുറത്തേക്ക് ബാക്കിയുള്ളവരെ തകർക്കുക മാനസികമായിട്ട്. അത് ഒരു വീട്ടുകാർ വരെ വലിച്ചഴിക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടർ. അവിടെയാണ് ഒരാൾക്ക് PR ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അനുമോൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം എന്ത് ഞാൻ PR കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം. പക്ഷെ അനുമോൾ ഓൾറെഡി പറഞ്ഞു, PR-ന്റെ കാര്യം അവിടെ സംസാരിച്ചു. എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കും PR കൊടുത്തിട്ടുണ്ട് അല്ലെ കണ്ടസ്റ്റൻസ്? എന്തുകൊണ്ടായിരിക്കും ഈ അനുമോളുടെ ഭയങ്കരമായിട്ട് ഫോക്കസ് വരും, അനുമോളുടെ PR മുഖ്യധാരയിലോട്ട് വരുന്നത്? അതിന്റെ കോമഡി എന്ന് പറയും, അനുമോളുടെ PR എടുത്താണ് ബാക്കി എല്ലാവരും PR-നെ അപ്രോച്ച് ചെയ്തത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ വിനു ആണെന്നുണ്ടെങ്കിൽ അനുമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സീസണിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നു, ഇത് എപ്പോ പൊട്ടിക്കണം PR? ഞാനിതൊരു ടൈം കിട്ടാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത് കറക്റ്റ് ടൈമാണ്. ബിഗ് ബോസിൽ PR ഉണ്ട് പറഞ്ഞാൽ പോരല്ലോ, ഇത് കാണണല്ലോ ആരാ എന്താന്നൊക്കെ. ആര് വിളിച്ച് പറഞ്ഞു PR-ന് അഗെയിൻസ്റ്റ് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പിന്നീട് അത് അതിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ള ശൈത്യർ തന്നെ ഓൾറെഡി ഇതേ PR-നെ സമീപിച്ചു. ഇതിന്റെ ഒരു ഐറണി മനസ്സിലാക്കണം. ശൈത്യ PR കൊടുത്തു എന്നുള്ളത് ശൈത്യ പറഞ്ഞു. അതെ, ആര്യൻ എനിക്ക് കോള് കണക്ട് ചെയ്തിരുന്നത് വിനു ആണ്. അപ്പൊ ആര്യനും വിനു എന്താണ് ഓൾറെഡി അറിയാം. അനുമോൾ എനിക്ക് കോള് വിളിച്ചിരുന്നത് വിനു ആണ്. മനസ്സിലായ? FC ബോയ് എന്നുള്ള പേര് ആദ്യം ഞാൻ കേൾക്കുന്നത് വിനുവിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഒരു PR, ഒരു വിനുവിന് ചുറ്റും കുറെ കണ്ടസ്റ്റൻസ് കയറാൻ പോണതിന്റെ മുന്നേ ചുറ്റിക്കാർ. ഈവൻ മസ്താനി വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഷാടാ ഇതൊക്കെ ഇവർക്ക് പരസ്പരം അറിയുമോ? ഇപ്പോ എന്തായാലും ഓബിയസ്ലി അറിയൂലോ, അറിയാതിരിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ നോക്കുന്ന ഇത് എല്ലാം ഒരു ഒറ്റ PR-നെ ചുറ്റിപ്പറ്റി കുറെ ഉണ്ട്. ഈ PR അല്ലാതെ വേറെ കുറച്ച് സീസൺ 1 മുതലുള്ള PR-കൾ വേറെ ഉണ്ട്, അവരെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ PR-ന് ഒരു സീൻ എന്താ വെച്ചെങ്കിൽ, ഈ PR കഴിഞ്ഞാലും ജിൻഡോന്റെ PR ആയിരുന്നു. അതിന്റെ മുമ്പത്തെ കൊല്ലം അഖിൽമാരുടെ PR ആണെന്ന് ഞാൻ പറയില്ല, പല സ്ഥലങ്ങളിൽ ഇത് അഖിൽമാരുടെ PR ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിനോദോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഹാട്രിക് അടിക്കും.
അഖിൽമാരാരുടെ PR കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ അഖിൽമാരാർ ആ പക്ഷേ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. Yeah, that's വേറെ it. ടീമുകൾ ഒരുമിച്ച് ചേരുന്ന രീതിയിലേക്ക് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട് പലരും. ഗ്രൂപ്പിൽ വിനു വാസ് ദേർ, പക്ഷെ അത് ഒറ്റയ്ക്ക് ക്ലെയിം എടുക്കാൻ വിനുവിന് പറ്റില്ല. ഓക്കെ. ജിൻഡോ ഞാൻ സമ്മതിച്ചു കൊടുത്തു, ഫൈൻ. അനുമോളതും കൂടി ആയാ ഓക്കെ. അപ്പൊ ഈ PR-ന്റെ ക്രെഡിബിലിറ്റി അല്ലേ കൂടുതൽ. അതെ. PR എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു ഈ എന്നുള്ളത്. പലപ്പോഴും പക്ഷെ ഈ PR ചെയ്യുന്നവര് കുറച്ചൊന്ന് ഒരു മാസ്കിലാണ് നിൽക്കാറുണ്ടാവുക. ചിലപ്പോ ആര് ചെയ്യണു അത് മുഖ്യധാരയിലോട്ട് മാസ്കിൽ നിൽക്കാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. അതെ. പക്ഷെ ഇപ്പൊ ഞാൻ അതിന് പിന്നിലുള്ള കറുത്ത കരങ്ങൾ താഴെ. അത് ഞാൻ അതൊന്ന് മെറ്റാ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടില്ലായിരുന്നെങ്കിൽ വിനുവിനാരും അറിയില്ല. ഓക്കെ. ചുമ്മാ ഗ്രൂപ്പിലൊക്കെ വിനു വിജയ് എന്നുള്ള പേര് മാത്രമായി പോയിരുന്നു. അതെ. ഞാൻ തോന്നി എനിക്ക് എന്തിപ്പോ ഇത് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഞാനോട് പറഞ്ഞു, ആളെയും കാണിച്ചു കൊടുത്തു. ഇതിൽ അടുത്ത സീസൺ വരുമ്പോ ഇതിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ പരിപാടി? വിനുവിന് 60 ലക്ഷം 1 കോടിക്ക് കിട്ടും ചിലപ്പോ. ഷോന് വിന്നിംഗ് പ്രൈസിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഇതൊരു കണ്ടസ്റ്റൻസ് അവിടെ സംസാരിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ അതിനേക്കാൾ മേലെ തീരാനെ കുറിച്ച് ഓർത്ത് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയാം, അടുത്ത കൊല്ലം വിനു ഇനി വെറുതെ ഇരുന്നാൽ മതി. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പൈസയും കൊടുത്ത് പോയിക്കോളും. ഈ ഇപ്രാവശ്യം പലപ്പോഴും റീ എൻട്രി വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഇതൊരു ഗെറ്റ് ടുഗദർ റീയൂണിയൻ സംഭവം ഉണ്ടാവാറുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും രസിച്ച അവസാന സമയം എന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഷോ തുടങ്ങണ സമയത്ത് വരുമ്പോ കാട്ടിക്കൂട്ടുന്ന പോലത്തെ പരിപാടികളും സംസാരങ്ങളും ഇനിയുള്ള ഷോയിൽ ഇത് എക്സ്പെക്ട് ചെയ്താൽ മതി. സീസൺ 6 കൂടിയിട്ട് ബോണ്ട് തോന്നുന്ന സാധനം നിന്നു. ഇനി അതൊന്നുമില്ല. ഇനി വരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ്, അവനാന്റെ ലാഭത്തിന് വേണ്ടി മറ്റേയാളെ എത്രത്തോളം സ്വാർത്ഥത, ഇവരാരും തമ്മിലൊരു ബോണ്ടും സാധനവും കാണൂല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ഒരു ആ സ്പിരിറ്റിൽ ഇനി പോകും. സീസൺ 6 വരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ കണ്ടസ്റ്റൻസിനും. ഇപ്പൊ നമ്മൾക്കൊരു കോർ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ സീസണിലെ കണ്ടസ്റ്റൻസിലും ഒരു 5 പേരെങ്കിലും ബെയർ മിനിമം എന്തുണ്ട് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. എടാന്ന് വിളിച്ചാൽ വരാൻ, ഇടിന്ന് വിളിച്ചാൽ വരാൻ ആൾക്കാരുണ്ടാവും. ഈ സീസണില് ബിഗ് ബോസ് സീസൺ 7 പുറത്തിറങ്ങി അനുമോളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിയുമ്പോ പൊട്ടും. ഇവിടെ അടി പുറത്ത്, അത് ഉറപ്പാണ്. ഇത് പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു? ഇപ്പൊ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുമ്പോ സമയത്ത് നേരെ തിരിച്ച് ഉൾട്ടാവല് ചെയ്യുന്നത്. അത് അനുമോൾക്ക് സപ്പോർട്ടായി മാറില്ലേ ചിലപ്പോ അങ്ങനെ ചെയ്യുമ്പോ? അതെന്തോ ആയിക്കോട്ടെ, അനുമോൾക്ക് സപ്പോർട്ട് ആവുക അതാക്കുന്നതാണ്. തന്നെ ബോധപൂർവ്വം ആക്കുന്ന. അതിനുള്ള PR ORM പുറത്തിരിക്കുന്നത് കാശും കൊടുത്ത് അതൊക്കെ ആക്കും. ഇതില് അനീഷേട്ടൻ എവിടെയാണ് ട്രാക്ക് മാറിപ്പോയെന്ന് തോന്നുന്നത്? അനീഷ് ട്രാക്ക് മാറിയതല്ല, അയാളായിട്ട് സ്വിച്ച് ഓഫ് ആയതാ ആണ്. അതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇപ്പോഴും അയാളൊരു മാസ്ക്ഡ് പേഴ്സൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും. ഈ കാണുന്നതല്ല, ഈ കാണുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഫേക്ക് ആവാം. ഷാനവാസ് എടുത്തിട്ടൊരു സാധനം ഭയങ്കര അടിപൊളിയായിരുന്നു, പക്ഷെ ഷാനവാസിനെ കൊണ്ട് അത് വലിച്ചെടുക്കാൻ പറ്റിയില്ല. ഷാനവാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ വീട്ടിലേക്ക് നീ ആദ്യമായിട്ട് അനിയനെ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ നാട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നീ എന്തിനു ചോദിക്കണം? അതിനർത്ഥം നീ ഫേക്ക് അല്ലേ? ഭയങ്കര ക്വസ്റ്റ്യനാ. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഷാനവാസിന് പറ്റിയില്ല. ഷാനവാസ് മറ്റേ മീശപുരി ഈ സാധനത്തിൽ പോയി. പക്ഷെ അതിന് പകരം ഷാനവാസ് കൃത്യമായി ചോദിക്കുകയാണ്, നീ അപ്പൊ ഇവിടെ ഫേക്ക് ആണോ? നാട്ടിൽ അനീഷ് ഇങ്ങനെ അല്ല എന്നുള്ളത് പല റീലുകളിലൂടെയും പലരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. ഒരു തൊപ്പിയിട്ട് നാട്ടിൽ കൂടി നടക്കും, നാട്ടുകാരോട് മിണ്ടാറില്ല, സംസാരിക്കാറില്ല എന്നുള്ളത്. അപ്പൊ അനീഷിന്റെ പേടി എന്തായിരിക്കും? അനിയനെ വിളിച്ച് ചോദിക്കുന്നത്. ഇതാണ് റിയാലിറ്റി എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടില്ലേ? അപ്പൊ ഇതാണ് ശരിക്കും പൊട്ടിച്ച് ചോദിക്കേണ്ടിയിരുന്നത് ഷാനവാസ്. പക്ഷെ ഷാനവാസിന് ചോദിക്കാൻ പറ്റിയില്ല. ഷാനവാസ് പകുതിക്ക് നിർത്തി സാധനം. അങ്ങനെയുള്ള ഒരു അനീഷിനെ ഞാൻ നോക്കണേ, ഇവിടെ ഫേക്ക് ആയിട്ട് നിൽക്കാതെ. ഇതാണ് ശരിക്കും ഒറിജിനൽ അനീഷ് എന്നുണ്ടെങ്കിൽ. ശരിക്കും പ്രപ്പോസൽ എന്ത് തോന്നുന്നു? ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിമാണ്. എനിക്ക് ഒരു ടൈമിൽ അത് പക്ക ഗെയിമായിട്ട് തോന്നി. പിന്നെ ലാലേട്ടന്റെ മുന്നിൽ ഇയാള് വന്നിട്ട് ഇല്ല എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു 90-10, എന്നാലും ഞാൻ 10% ഗെയിമിന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ ഇയാളുടെ വീണ്ടും ഉള്ള ഈ സാധനത്തിന്റെ സംസാരവും പരിപാടികളും കണ്ടപ്പോൾ മനസ്സിലായി ഒരു 50-50 പരിപാടിയാണ്. അതായത് അയാൾക്ക് ഉറപ്പാണ് ഈ സീസണിൽ. ഇപ്പൊ ഇതിന്റെ ഒരു ട്രാക്കിന്റെ സാധനം ഉണ്ട്, എനിക്കത് ഞാൻ ബാൻ ചെയ്തതുമാണ്. കുറെ സാധനങ്ങൾ ഓർഗാനിക് ആയിട്ട് വരും ചെയ്തു. സീക്രട്ട് ഏജന്റ് എന്നുള്ള സാധനം മാറിയിട്ട് ലാലേട്ടൻ എല്ലാ ആഴ്ചയും വന്നിട്ട് സായി, പിന്നെ അത് കണ്ണൻ, കണ്ണാപ്പി, ഉണ്ണിക്കണ്ണൻ, അങ്ങനെ പോയി ആ സാധനം. അപ്പൊ ഞാൻ അങ്ങനെ ആഘോഷിക്കാനേ ഞാൻ അങ്ങനെ പോയി സീക്രട്ട് ഏജന്റ് തലേന്ന് പോയി. അപ്പൊ ആളുകൾക്ക് ഡിഫറൻസ് മനസ്സിലാവണം. റിയാലിറ്റിയിൽ ഞാൻ സായി കൃഷ്ണനാണ്. ഇന്റെ ഒരു വേരിയന്റ് മാത്രമാണ് കാറിലിരിക്കുന്ന സീക്രട്ട് ഏജന്റ്. അല്ലാതെ ഇന്റെ നിങ്ങൾ കാണുന്നിടത്ത് പോയി തുപ്പും തൂറും ഇന്റെ കാണുന്നിടത്തൊക്കെ അങ്ങനെ പറഞ്ഞു പോയ പണിയില്ലേ. എല്ലായിടത്തും ഞാൻ സീക്രട്ട് ഏജന്റ് ചോദിച്ചാൽ പണി പാടൂല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ റിയലായി ജീവിക്കാൻ പറ്റും. ഇനി ഒന്ന് ആ ലൈൻ, ഇയാളെ ലൈൻ ശ്രദ്ധിച്ചാ ഭയങ്കര അറഗന്റ് ആയിട്ട് വരുന്നു, സ്ത്രീ വിരുദ്ധൻ. പിന്നെ മെല്ലെ ലൂസാവുന്നു, ലൂസ് മോഷൻ ആയിട്ടാണ് പോയി. മനസ്സിലായി? അങ്ങനെ ആ സ്വയം ആ ലൈനാ പിടിച്ചേ.
മാറി. ഇപ്പൊ എന്താ ഇപ്പൊ ഈ സീസണില് ഏറ്റവും പ്യൂരിഫൈഡ് മനുഷ്യനാരാ? ഞാൻ ചോദിക്കുമ്പോ ഈ സീസണിലെ ക്ലെൻസ്ഡ് പേഴ്സൺ ആരാ? ആർക്കാ ക്ലെൻസിങ് ആണ് അല്ലേ? നിങ്ങൾ ഓരോ സീസണും നോക്ക്, ഈ ക്ലെൻസ്ഡ് പേഴ്സണാലിറ്റീസിന് ഭയങ്കര ആക്സെപ്റ്റൻസ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം അർജുൻ ഒരു പെർഫെക്റ്റ് ക്ലെൻസ്ഡ് സാധനം. ഗെയിമിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇവൻ ഭയങ്കര എന്താണ് എക്സ്ട്രീം ഗെയിം കളിക്കും. ഈ സീസണിൽ അനീഷ്. ഇതിന് മുന്നത്തെ സീസണിലേക്ക് പോവാണ് ഉണ്ടെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് സാധനം എന്ന് പറയാൻ ഷിജു ചേട്ടൻ, റിനോഷ് പോലും റിനോഷ് ഇങ്ങനെ പെർഫെക്റ്റ് മെറ്റീരിയൽ എന്നുള്ള സാധനമാണല്ലോ. അങ്ങനത്തെ ഒരു ഐറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജാ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. ഇതിനകത്ത് ജെൻഡർ ചെയ്യാൻ പറയുന്നില്ല, ബട്ട് ആണുങ്ങൾക്ക് സ്റ്റിൽ അതൊരു സാധനം ഉണ്ട്. സായിബ്രോട് ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പെട്ടെടുത്തോണ്ട് പോയപ്പോ മാൻട്രാക്ക് ആയിട്ട് ശപിച്ചിട്ടാണ് പോയി. പെട്ടിയെടുക്കരുതുള്ളതുകൊണ്ട് അത് അവിടെ നിന്നു. എന്താ സംഭവം? അല്ല, പെട്ടിയിരുത്തപ്പോ തന്നെ അവരുടെ 4 ദിവസത്തെ കണ്ടന്റാ. അപ്പൊ ഇന്റെ ഒരു ഞാൻ ഗെയിം കളിച്ചപ്പോ പലരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്ത് ഗെയിം കളിച്ചത്? നീ ബിഗ് ബോസിന്റെ ഗെയിം പൊട്ടിക്കല്ലേ ചെയ്തത്? എനിക്ക് കഴിഞ്ഞ കൊല്ലം കേട്ട ഏറ്റവും വലിയ തെറിയും ചീത്തയും കമന്റ് ബോക്സിൽ അതാ. ബിഗ് ബോസിന്റെ ഗെയിം പൊളിച്ചു. പിന്നെ ഞാൻ ബിഗ് ബോസിന്റെ ഒപ്പം ഗെയിം മറ്റേ ബിഗ് ബോസ് പറയുന്ന ഗെയിം കളിക്കാനാണോ പോയെ? അല്ല, അവരൊരു ഗെയിം ഇടും, അത് നമ്മൾ പൊളിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഗെയിം കളിച്ചു. ഞാനല്ലാതെ ഒപ്പമുള്ള ബാക്കി കണ്ടസ്റ്റന്റിനോടൊന്നും ഗെയിം കളിക്കാൻ പോയിട്ടില്ല. ഞാൻ നോക്കുമ്പോ പണപ്പെട്ടി മീൻസ് എന്തായാലും വിന്നർ ആവില്ല. കാരണം അവിടെ ജിൻഡോ എന്ന് പറഞ്ഞൊരു വൻമരം നിൽക്കുന്നുണ്ട്. ഒരു സൈഡില് ജാസ്മിൻ, ഒരു സൈഡില് അർജുൻ. ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കിട്ടിയാൽ കിട്ടും. അപ്പൊ ഞാൻ നോക്കുമ്പോ സീസണിൽ ഒന്ന് പെട്ടിയെടുത്തു കഴിഞ്ഞാൽ വിന്നർ പെട്ടിയെടുത്ത ആള് എല്ലാ സീസണിലും ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കുമ്പോ ഫിനാൻഷ്യലി ലാഭം, ഡെയിലി പേയ്മെന്റ് പ്ലസ് പെട്ടി. അതാണ് ഗ്യാപ്പിള്. ഇനി സത്യത്തിൽ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തലവർക്ക്. ബാത്റൂമിൽ പോകാൻ പറ്റില്ലല്ലോ, പെട്ടി ആരെങ്കിലും എടുത്താലോ. ഗ്യാപ്പിളും കളിച്ച് ആലോചിക്കുക. എന്നോട് അഭിഷേക് പറഞ്ഞിരുന്നു, എന്താണെങ്കിലും ഋഷീനെ കൊണ്ട് ഇത് എടുപ്പിക്കാനുള്ള ഒരു പ്ലാൻ നോക്കാം, ഋഷിക്ക് ഒരു ചാൻസ് ഉണ്ട്. പിന്നെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോവാ, ഋഷി ഏറ്റെടുക്കൂ. കാൽക്കുലേഷൻ ആണ്. പിന്നെ ഞാൻ തന്നെ എല്ലാവരോടും പോയി ചോദിച്ചിട്ടുണ്ട് എടുക്കുമെന്ന്. 2 ആഴ്ച ഞാൻ ഇതൊരു റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോരുത്തരും പറഞ്ഞ ഫിഗർ എന്റെ മനസ്സിലുണ്ട്. 5 ലക്ഷം വന്നേ, കുറഞ്ഞിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ കൂടിയാലും അടുത്തത് ഋഷി കൊണ്ടുപോകും, അല്ലെങ്കിൽ ശ്രീതു കൊണ്ടുപോകും, അടുത്തത് അർജുനും കൊണ്ടുപോകും. പക്ഷെ തോന്നിയോ കുറച്ചുകൂടെ കൂടണ്ടേ? എനിക്കത് മതി, 5 മതി. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് വേറെ സാധനം ഉണ്ട്. ഒരു സീസണിൽ എവിക്റ്റ് ആവാത്ത 2 പേരുണ്ടാവുള്ളൂ. ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കാത്ത 2 പേര്, നാട്ടുകാർ ചവിട്ടി പുറത്താക്കാത്ത 2 പേര്. ഒന്ന് വിന്നർ, പണപ്പെട്ടിരുത്ത ആള്. എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ നാട്ടുകാരോട് പറഞ്ഞല്ലേ, ഞാൻ മറ്റേ മുടയത്. ഞാൻ ഈ ബിഗ് ബോസിൽ സാധനം പറഞ്ഞത് എനിക്കൊരു 9 മക്കൾ ഓട്ടയുണ്ടാവും. ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇവിടെ സിജോ ആർമി ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. സിജോന്റെ ആർമി അങ്ങനെ അവർ ഭയങ്കര വർക്കായിരുന്നു സിജോന്. എനിക്കാണെങ്കിൽ ആർമിയിലെ കോപ്പില്ല. ദുബായി സ്നേഹിവരിന്റെ എതിര്. അപ്പൊ ഇവര് സിജോന്റെ ടീമിനോട് ഞാൻ എവിക്ഷനിൽ വന്നപ്പോ ആ ആഴ്ചേട്ടാ സിജോന്റെ കുറച്ച് വോട്ട് സഹായിക്കുന്നുള്ള ചോദ്യമൊക്കെ അവിടെ നടക്കുകയാണ്. അതിലെ ഇടിമിന്നല് പോലെ മറ്റേ സാധനം എപ്പിസോഡിൽ ജാസ്മിൻ സായി സിജോന്റെ ഒപ്പം ഈ ബ്രദർ സാധനം പിടിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണോ? ഞാൻ സ്റ്റേജ് കയറുന്നില്ല, ഒരു 9 മക്കളൊക്കെ വോട്ടേ പണിപാടി തിരിഞ്ഞു ഉൾട്ടേ. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കപ്പോ ഞാൻ എല്ലാം കൂടി ആലോചിക്കായിരുന്നു. ഞാൻ റിവൈൻഡ് അടിക്കുകയാണ്. ഞാൻ ആലോചിച്ചപ്പോ ഇതാണ് ചാൻസ്. എന്തുകൊണ്ടൊക്കെ ഇപ്രാവശ്യം വെക്കാതിരുന്നത്? ഇതുകൊണ്ടാണോ അത് അല്ലെങ്കിൽ മുമ്പേ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്? ഇതന്നെ റീസൺ സിമ്പിൾ ആണ്. പെട്ടി വെച്ച 3 or 4 lakhs നാട്ടുകാർക്ക് പലർക്കും പറയാം എന്തോ 5 ലക്ഷം കിട്ടിപ്പോടി, എന്താ 5 ലക്ഷം പുളിയും കുരു. ഈ പറയണോ നീ 5 ലക്ഷം ഉണ്ടാക്കാൻ 5 കൊല്ലം പിടിക്കും. ഇത് ചുമ്മാ കിട്ടണ പൈസയാ, വെറുതെ എടുത്തിട്ട് ഓടിയപ്പോരെ. ആദില എടുത്ത് ഓടാനുള്ള പ്ലാന് വേറെയാ. ആദില പോയാൽ 100ക്ക് ഔട്ട് കൂടിയും കയറും. ആദിലക്ക് പുറത്തിരുന്ന് പണിയെടുക്കും. ആർക്ക് കിട്ടിയാലും ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്, പിന്നെ പുറത്ത് വർക്ക് ചെയ്യാം. അതെ. പിന്നെ നെവിനെ സംബന്ധിച്ചിടത്തോളം റീ എൻട്രിയും വീട്ടുകാരെ എൻട്രിയും എല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോഴാണ് ഇവന് സപ്പോർട്ട് ഉണ്ടെന്ന് ഇവന് സ്വയം മനസ്സിലാവുന്നത്. അതുവരെ ഇവന്റെ മൈൻഡ് എന്താ, ഇവൻ അച്ചീവ്ഡ് ആയി, ഫെയിം കിട്ടി, ഇനി ഇതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്.
പെട്ടി വെച്ചാൽ ഇറങ്ങി ഓടും. ഞാൻ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന വിചാരിച്ചു. ഞാൻ 3.5 മിനിറ്റോ 2.5 മിനിറ്റോ 3 മിനിറ്റോ ഞാൻ പെട്ടിയെടുത്തേ. ഇവൻ ചിലപ്പോ ഒരു 10 സെക്കൻഡ് കൊണ്ട് എടുത്ത് ഓടും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സംഭവം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടും നെവിൻ ആ ഗെയിമിനെ സമീപിച്ചത് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. അത് ശരിക്കും ബിഗ് ബോസ് കളിച്ചത്. അതെ, അത് ശരിക്കും നേരെ ഉൾട്ടടിപ്പിച്ചു. ബിഗ് ബോസിന്റെ കളി ചെയ്യുന്നു അത്. കാരണം ഇവൻ വെറുതെ ഇരിക്കില്ല. അതെ, ഇവൻ ഇറിറ്റേഷൻ ചെയ്യുന്നുള്ളത് അറിയുന്നുണ്ട്. ഇവൻ ആദ്യം വലിച്ച് പുറത്താക്കി ആ ചെക്ക് എടുത്താണെങ്കിലും. പക്ഷെ ഫൈനലി കാറിലെടുത്ത് പോയി എടുക്കാനുള്ള അവസരം സംഭവം കൊടുത്തു. അത് കൊടുക്കണം. കാരണം അവൻ എല്ലാരോടും ഒരു ചോദ്യം ചോദിച്ചല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ പൈസ നിങ്ങൾ എങ്ങനെ ചെലവാക്കി. ഇവൻ മാത്രം എന്റെ എഡ്യൂക്കേഷന്റെ കാര്യം ബാക്കി കാര്യങ്ങളും പറഞ്ഞു. അതെ, പിന്നെ പറഞ്ഞ ഭയങ്കര സാധനം ഉണ്ടാക്കുന്നത് പൈസ ആർക്കാണ് ആവശ്യമില്ല, പൈസ വേണ്ടേ എല്ലാവരും ഉള്ളിൽ ഭയങ്കരമായിട്ട് തട്ടി പറഞ്ഞൊരു സംഭവം തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും വിന്നറിന് ഒരു പ്രൈസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഈ ബോക്സ് എടുത്തവർക്ക് മാത്രമാണ്. ഇതിന്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇല്ല, തേർഡില്ല, പുറത്തൊന്നുമില്ല. ഒരു പ്രൈസ് മണി കൊടുക്കണം എന്നൊരു ഡെയിലി പേയ്മെന്റ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഈ ഷോയിൽ നിന്ന് അത്യാവശ്യം ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല ബിഗ് ബോസ് കയറിയിട്ട് ലൈഫ് കോളായി. ഞാൻ രക്ഷപ്പെട്ട ആളാ, ഞാൻ ഭയങ്കര രക്ഷപ്പെട്ട ആളാ. അതായത് ഇപ്പൊ അവിടെ എത്തിപ്പോയിട്ട് അവിടെ നിന്ന് ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് ഉണ്ട്, പണപ്പെട്ടി കിട്ടുന്ന പേയ്മെന്റ് ഉണ്ട്, ആ ദിവസമൊക്കെ റവന്യൂ കിട്ടാനുള്ള കൃത്യമായി പറഞ്ഞുതരാം. ഞാന് പുറത്തിരുന്ന് ഒരു മാസം വീഡിയോ ഇട്ട് നല്ല പൈസ ആ ഒരു മാസം കിട്ടി. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ ഇതിന്റെ ഡെയിലി പേയ്മെന്റ് വെച്ചിട്ട് ഞാൻ നിന്ന് അത്രയും ദിവസത്തെ പേയ്മെന്റ് പ്ലസ് പണപ്പെട്ടി പ്ലസ് റീ എൻട്രിക്ക് വന്ന ദിവസത്തെ പേയ്മെന്റ് ഇത്രയും പേയ്മെന്റ് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ വിന്നർക്കുള്ള പേയ്മെന്റ്. പിന്നെ ഞാൻ എന്തിനു പൈസന്റെ കാര്യത്തിൽ സിംഗിൾ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. എല്ലാം മൊത്തം നോക്കി വരുമ്പോ ഞാൻ ഭയങ്കര പൈസേന്റെ കാര്യത്തിൽ ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുറത്തിറങ്ങിയിട്ട് പിന്നെ അത് ഞാൻ മാർക്കറ്റ് ചെയ്തോ ഇല്ലേ, ദാറ്റ്സ് അപ് ടു മീ. ഞാൻ എവിടെ എന്റെ പ്രൊഫൈലിൽ ബിഗ് ബോസ് സീസൺ 6 എഴുതിയിട്ടില്ല, മണി ബോക്സ് എഴുതിയിട്ടില്ല, ഞാൻ ഈ പേരിൽ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല, ഈ പേരിൽ 10 പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ഞാൻ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ സാധനം യൂസ് ആക്കി. എന്റെ എക്സ്പീരിയൻസ് എവിടെ? ഈ കൊല്ലത്തെ റിവ്യൂവിനകത്ത് ഒരാളും ഇതുവരെ ഒരു റിവ്യൂവറും ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടില്ല. ഹിന്ദിയിലും തമിഴിലൊക്കെ 1-2 ആൾക്കാരെ ഇത് ചെയ്തിട്ടുള്ളൂ. മലയാളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഈ പരിപാടിയില്ല. റിവ്യൂവറായി ഇരുന്നുകൊണ്ട് ബിഗ് ബോസ് പോയി ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ വന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഇന്നെ എന്താ ശരിക്കും നടക്കേണ്ടിയിരുന്നേ? എന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. ഇന്നെ ഇല്ലാതാക്കേണ്ടിയിരുന്നു. കാരണം നീ കളിച്ച് എന്ത് കോപ്പ് ഗെയിമാടാന്ന് ചോദിക്കേണ്ട ആൾക്കാരുടെ എണ്ണം കൂടുതലാവും, എനിക്ക് വ്യൂവർഷിപ്പും കിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് അവിടെ യൂസ് ചെയ്തുകൊണ്ട് എന്റെ ഇത് നോക്കിയാൽ മതി. ബിഗ് ബോസ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പ്രത്യേകിച്ച് സീസണിലോട്ട് വരുന്ന സമയത്ത് സീക്രട്ട് ഏജന്റ് ആയിട്ട് കുറേയും കൂടി സ്വീകാര്യത കിട്ടിയ ഒരൊറ്റ വിഷയമുണ്ട്, ഉണ്ണിമുകുന്ദൻ. ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും നല്ല വിഷ്വൽസ്, കാറും കോളും അടഞ്ഞു, വിഷമങ്ങൾ മാറി, പരാതി മാറി, ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഉണ്ണിമുകുന്ദൻ വിഷയം സോൾവ് ചെയ്ത്? അത് ഭയങ്കര ഓർഗാനിക് ആയിരുന്നു. ക്രിക്കറ്റ് മാച്ച് വന്നു, നമ്മളെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതെ ഒരു ടീം, അത് ഗബ്രി ഒരു സാധനം ഇനീഷ്യേറ്റ് ചെയ്തു. അവിടുന്ന് കേരള സ്ട്രൈക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു നമ്മളെ. നമ്മളൊരു പുതിയ ടീമാണെന്നൊന്നും അവർക്കില്ല. ദേ ആർ ഓൾസോ റെഡി. നമ്മളെല്ലാരും അതൊരു എന്താ പറയാ ഗെയിമായിട്ട് തന്നെ, ഗെയിമിന്റെ രീതി. അപ്പൊ എനിക്കറിയാം ഉണ്ണിമുകുന്ദനാണ് ക്യാപ്റ്റൻ, അവർക്കും അറിയാം സായി കൃഷ്ണനാണ് ക്യാപ്റ്റൻ. ഫൈൻ, കുഴപ്പമൊന്നുമില്ല. ക്രിക്കറ്റ് ആണല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ അല്ലല്ലോ. അവിടെ ഷെയ്ക്ക് ഹാൻഡ് ഇല്ലാത്തതും ശത്രു രാജ്യമുള്ളൂ. ഇത് 2 പേഴ്സൺസ് അല്ലേ, 2 വ്യക്തികൾ തമ്മിലുണ്ട്. ഇത് മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ പോലെ കൈ കൊടുക്കാതിരിക്കേണ്ടി വരും. 2 വ്യക്തികളല്ല. എനിക്ക് എപ്പോഴും ക്രിക്കറ്റ് ഫീൽഡിൽ ഞാനത് നോക്കണ്ട. രണ്ടുപേരും ക്യാപ്റ്റന്മാരാണ്, അതാണ് സംഭവം. അല്ല, കളിയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ശത്രുതൊന്നുമില്ല. കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണം, അത്രേ ഉള്ളൂ. കളിക്ക് ശേഷമാണോ ഈ അല്ല, കളിക്കാൻ വന്നപ്പോ തന്നെ എനിക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ കൈ കൊടുക്കണോ, ഞാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ള അറിയില്ല, ഇന്റെ മൂഡും എന്താവും പറയാം. അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും ചുമ്മാ ഞാനും ഇതാവും. അപ്പൊ ആ ഒരു സ്പോയിൽ ആയിണ്ടല്ലോ സിറ്റുവേഷൻ. അങ്ങേരും ഇങ്ങോട്ട് കയറി വന്നു, അങ്ങേര് ഓക്കെ എന്നും പറഞ്ഞ് കയ്യും തന്ന്, എടാ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എന്റെ ആ മറ്റേ ഐസ് ബ്രേക്ക് സാധനമായി ഞാൻ ഓക്കെ. പിന്നെ എല്ലാം ഓർഗാനിക്. പിന്നെ കുറെ ഞങ്ങൾ സംസാരിച്ചു. കാരണം ഒരു ഇത്രയും വർഷത്തിനിടയിൽ നടന്ന ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളില്ല. അതൊന്നും ഞാൻ എവിടെ ഒരു കണ്ടന്റ് ആക്കി പറഞ്ഞിട്ടോ ഇട്ടിട്ടോ ഇല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല. അത് മൊത്തം പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഡീലായി. ആള് ഭയങ്കര ഹാപ്പിയാ. കാരണം എന്താ പറയുക, 2 ആക്കും ആ സാധനം പോയി കിട്ടി. അയാളുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബാഡ് മാർക്കായിരുന്നത്. എന്റെ യൂട്യൂബിൽ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു സംഗതി. എനിക്ക് ഭയങ്കര ഒരു
ഒരു വേറെ ഉള്ളിൽ ഫീലിംഗ്. കിടക്കണ്ടായിരുന്നു, ഒരു കറയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇയാളോട് ഉള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ. രണ്ടാമത് അതായത് ഇനി നാളെ ഞാൻ ഇയാളുടെ കണ്ടന്റ് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു സംഗതി, ഓക്കെ എങ്ങനെ ചെയ്താലും അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാത്ത രീതി. ഓക്കെ. ഞാൻ നോക്കുമ്പോ പ്രൊഫഷണലിയും പ്രശ്നം, പേഴ്സണലിയും പ്രശ്നം. പക്ഷെ ഇടയ്ക്ക് ഉണ്ണിമുന്തൻ അതേപോലെ മറ്റേ ഇതായിട്ട് വിഷയം വന്ന സമയത്ത് ഈ വിഷമം വിരോധവും ഇല്ലാതെ ആ. കൃത്യമായിട്ടൊരു സാധനം സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എന്താ പറയാ, കുറെ ആൾക്കാർ ഇങ്ങനെയൊന്നും എടുക്കില്ല. അതെ. ഇപ്പൊ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഈ ഉണ്ണിമുന്തൻ വിഷയം ഉണ്ടായപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. മറ്റേ ഉണ്ണി വലിച്ചു കീറും, ഇടിച്ചു തെറിപ്പിക്കും. ആ. ഇവന്മാര് ഫാന്റസി ലോകത്താ. അതെ അതെ അതെ. അങ്ങനെയൊന്നും അല്ല മനുഷ്യന്മാര്. അതെ. പ്രത്യേകിച്ച് രണ്ടുപേരും, അതും ഇപ്പൊ സ്പോർട്സും കൂടി ആവുമ്പോ ഉം. മൂടേ വേറെയാണ് അതിന്റെ. അതെ. അപ്പൊ അങ്ങനെ അതങ്ങോട്ട് ആയി. അതാണ് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ആയതുകൊണ്ട് ആ. അതിനകത്ത് കൂടി ഞാനും ആ ഫ്ലോയിലാണ്ട് പോയി. അതെ. അത് കുറച്ച് മുമ്പേ സംഭവിക്കണ്ടായിരുന്നു എന്ന് തോന്നിയോ കഴിഞ്ഞപ്പോ? വേണ്ട, ഇപ്പൊ സംഭവിച്ച കറക്റ്റ് ടൈമാണ്. കാരണം ഇത്രയും വലിയ ഇഷ്യൂ ആ. ഇത്രയും സമയം എടുത്ത് ഓർഗാനിക്കലി മാറുമ്പോഴാണ് അതിനൊരു ഉം. ഫീൽ ഉള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും അല്ലേ, ഫൈനലി നാളെ അറിയാം. ഈ നാളെ അറിയാം. പറഞ്ഞമാതിരി 6 മാസം ഓടിക്കാനുള്ള കോണ്ടന്റ് കിട്ടും. ലാലേട്ടൻ സ്റ്റേജ് വന്ന് കപ്പി വെക്കാൻ ഞാൻ മതി. അതെ. ഇതിപ്പോ മറ്റേത് പറഞ്ഞില്ല, സ്വയം ഉയർത്താൻ ഇന്നാള് പറഞ്ഞ പോലെ ഏറ്റവും അല്ല, കൂടുതൽ. ആ സാധനം ഡിസ്കഷനിലായിട്ടാ അതെ നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞില്ലേ. പറഞ്ഞ പോലെ. എന്നോട് പറഞ്ഞവര് ആ. കാരോന്റെ അകത്ത് നീ സാധനം അങ്ങേക്ക് കാണിച്ചു കൊടുത്തു. ആ. ഭയങ്കര ചിരിയെന്ന് പറഞ്ഞു. അതല്ലേ, ചിരിയെന്ന് പറഞ്ഞു. കറക്റ്റ് എത്തിയിട്ടുണ്ട്. കൃത്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സാധനം. കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അല്ലെ, സംഭവം ശരിയാണ്. പറഞ്ഞിട്ടുള്ള ടോപ്പ് 3 അല്ലെ കൊടുക്കാൻ പറ്റിയ കറക്റ്റ്. പിന്നെ അങ്ങേര് എന്ത് പണിയെടുത്ത ഈ വർഷം. അതെ. ഭയങ്കര പണിയെടുത്ത അങ്ങേര് കാണാൻ ഏറ്റവും കഷ്ടപ്പാട് പാവം. കാരണം പ്രത്യേകിച്ച് വീക്ക് ഡേയ്സിൽ കാണാത്തവരെ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടന്റെ സംഭവം കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവരുണ്ടെന്ന സ്ഥലത്തോട്. ലാലേട്ടൻ പോട്ടെ, ലാലേട്ടന്റെ പണീന്റെ അവസ്ഥയാണ്. അതിന്റെ കാരണം ഇന്നിയർ ഉണ്ട്, പ്രോംപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങേർക്ക് സ്റ്റേജ് സെറ്റ് ആണ്, വരിക, സാധനം അടിക്കാൻ പോവാ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ 6 കൊല്ലം. ഒന്ന് ഒറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. അനുമോൾ ആ പാത്രം എടുത്തിട്ട് വരുവായിരുന്നു. ഇത് കഴുകാത്ത പാത്രം എടുത്തുകൊണ്ട് വരുമ്പോ അനുമോളെ ഫ്രൈ ആക്കാന്നാണ് സ്ക്രിപ്റ്റ്. അതെ. അനുമോൾ ഇതാ ചോറിന്റെ ചെമ്പും കൊണ്ട് ലാലേട്ടൻ മറ്റേ ഇങ്ങനെ തിരിച്ചിട്ട് മോനി എന്റെ മോനി പെട്ടുപോയില്ലേ, ഇതിന്റെ സ്ക്രിപ്റ്റ് ഇത് വെക്കാതിന്റെ മുകളിലൊന്ന് അനുമോള് ലാലേട്ടൻ കൂടി ഇങ്ങനെ കണ്ട നെവിൻ ലാലേട്ടൻ മോനെ അതില് നെവിൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് മോനും ഇല്ല, ആരും ഇല്ല. ഷാനവാസിനോട് എന്ത് വെച്ചാലും അക്ബർ അക്ബർ അക്ബർ. ഇത് ഇങ്ങനത്തെ ഒരു സീസണില് അങ്ങേര് ഈ സീസൺ ഹാൻഡിൽ ചെയ്തത് രക്ഷയില്ല. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ലാലേട്ടൻ കുറെ ഡീൽ ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്റെ കേരളം എന്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.